നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിനെ കുറിച്ച് തൊഴിലാളികൾക്കും ചിലത് പറയുവാനുണ്ട്. ഇന്ധന വില വർധനവും വർദ്ധിച്ചു വരുന്ന മെയിന്റനൻസ് ചിലവുകളും ഓട്ടോ ടാക്സി മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ട് നാളുകളായി. ഇതിന് ആശ്വാസകരമാകുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചുമട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും ആവശ്യങ്ങൾ ഏറെയാണ്. പ്രതികരണങ്ങൾ കാണാം. കഴിഞ്ഞ കാലങ്ങളിൽ ഡീസൽ പെട്രോൾ വില ക്രമാതീതമായി കുതിച്ചു വരികയാണ്. അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് സർവ്വതിനും വില കൂടുമ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന കുടുംബങ്ങൾക്ക് അന്നത്തെ വരുമാനം കൊണ്ട് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 105 രൂപ അടുത്തോളം ആയിരിക്കും ഇപ്പോൾ ഡീസലിന്റെ വില. ഇങ്ങനെ പോയാൽ ഈ ഓട്ടോറിക്ഷ മേഖല അവസാനിച്ച് മറ്റു തൊഴിൽ കണ്ടെത്തേണ്ട മാർഗത്തിലേക്കാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരോട് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്, ഡീസലിന്റെ വില എത്രയും പെട്ടെന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ സബ്സിഡി ഇനത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയോ, അതുപോലെ തന്നെ സ്പെയർ പാർട്സ് ഉൾപ്പെടെ സർവ്വ മേഖലയിലും സർവ്വ സാധനങ്ങൾക്കും വില കൂടുകയും ഒരു വർക്ക്ഷോപ്പിൽ ചെന്നാൽ അവർ ലേബർ ചാർജ് തന്നെ ക്രമാതീതമായി ഞങ്ങൾ വാങ്ങേണ്ടത് സ്ഥിതിവിശേഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഡീസലിന് വില കുറച്ച് അല്ലെങ്കിൽ സബ്സിഡി നൽകി അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നമ്മുടെ പൊതുമാർക്കറ്റിൽ സാധാരണ വീട്ടിൽ മീനോ ഇറച്ചിയോ മറ്റു സാധനങ്ങൾ വാങ്ങിച്ചാൽ കുടുംബം പുലർത്താൻ പറ്റാത്ത സാഹചര്യത്തോട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊഴിലാളി മേഖലയിലെ ഇപ്പം ബോർഡിന്റെ കീഴിലാണെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ പഴയ ആനുകൂല്യങ്ങളായിരിക്കും ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ഒരു മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെൻഷനാണെങ്കിലും ബോണസാണെങ്കിലും എന്താണെങ്കിലും അതിലൊരു വർധനവും കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഉണ്ടാകുന്നില്ല. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഇത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മേഖല പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റായിരിക്കും വരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ.